ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ദിനവൃത്താന്തം 35-ാം അധ്യായം. അനന്തരം യോശിയാവ് യെരൂശലേമിൽ യഹോവയ്ക്കൊരു പെസഹ ആചരിച്ചു. 1-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു. അവൻ പുരോഹിതന്മാരെ താങ്കളുടെ വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി. അവൻ എല്ലാ ഇസ്രായേലിനും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേവ്യരോട് പറഞ്ഞത്: ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ ശലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വെപ്പീൻ. ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെയും അവൻ്റെ ജനമായ ഇസ്രായേലിനെയും സേവിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെയും അവൻ്റെ മകനായ ശലോമോൻ്റെയും എഴുത്തുകളിൽ കാണും പോലെ പ്രതിഭവനമായും കൂറുകൂറായി നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവീൻ. നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിൻ്റെ പ്രതിഭവന വിഭാഗം അനുസരിച്ച് ഓരോന്നിന് ലേവ്യരുടെ ഓരോ പ്രതിഭവന ഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തിങ്കൽ നിന്നുകൊള്ളുവീൻ. ഇങ്ങനെ നിങ്ങൾ പെസഹ അറുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശെ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്യുവീൻ. യോശുവാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസഹ യാഗങ്ങൾക്കായിട്ട് രാജാവിൻ്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആകെ 30,000 കുഞ്ഞാടിനെയും വെള്ളാട്ടിൻ കുട്ടിയെയും 3,000 കാളയെയും ജനത്തിന് കൊടുത്തു. അവൻ്റെ പ്രഭുക്കന്മാരും ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഔദാര്യത്തോടെ കൊടുത്തു. ദേവാലയ പ്രമാണികളായ ഹിൽക്കിയാവും സെക്കരിയാവും യഹിയേലും പുരോഹിതന്മാർക്ക് പെസഹ യാഗങ്ങൾക്കായിട്ട് 2,600 കുഞ്ഞാടിനെയും 300 കാളയെയും കൊടുത്തു. കൊനന്യാവും അവൻ്റെ സഹോദരന്മാരായ ശെമരിയാവും നെതനയേലും ലേവ്യരുടെ പ്രഭുക്കന്മാരായ ഹസബ്യാവും യഹിയേലും യോസാബാദും ലേവ്യർക്ക് പെസഹ യാഗങ്ങൾക്കായിട്ട് 5,000 കുഞ്ഞാടിനെയും 500 കാളയെയും കൊടുത്തു. ഇങ്ങനെ ശുശ്രൂഷ ക്രമത്തിലായി. രാജകൽപ്പന പ്രകാരം പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനത്തും ലേവ്യർ കൂറുകൂറായി നിന്നു. അവൻ പെസഹ അറുത്തു. പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിക്കുകയും ലേവ്യർ തോലുരിക്കുകയും ചെയ്തു. പിന്നെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിൻ്റെ പ്രതിഭവന വിഭാഗം അനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണം ഹോമയാഗത്തെയും അങ്ങനെ തന്നെ കാളകളെയും നീക്കിവെച്ചു. അവർ വിധി പോലെ പെസഹയെ തീയിൽ ചുട്ടു. നിവേദിതങ്ങളെ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് സർവ്വജനത്തിനും വേഗത്തിൽ വിളമ്പിക്കൊടുത്തു. പിന്നെ അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി. അഹരോന്യരായ പുരോഹിതന്മാർ ഹോമയാഗങ്ങളും മേധസ്സും അർപ്പിക്കുന്നതിൽ രാത്രി വരെ അധ്വാനിച്ചിരുന്നതുകൊണ്ട് ലേവ്യർ തങ്ങൾക്കും അഹരോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി. ആസാഫ്യരായ സംഗീതക്കാർ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും ഹേമാൻ്റെയും രാജാവിൻ്റെയും ദർശകനായ യെദൂഥൂൻ്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും വാതിൽ കാവൽക്കാർ അതത് വാതിൽക്കലും നിന്നു. അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകുവാൻ ആവശ്യമില്ലായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കിക്കൊടുത്തു. ഇങ്ങനെ യോശിയ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിപ്പാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി. അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും 7 ദിവസം ആചരിച്ചു. ശമൂവേൽ പ്രവാചകൻ്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രായേലും യെരൂശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാരും ആചരിച്ചിട്ടില്ല. യോശിയാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. യോശിയാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രൈം രാജാവായ നെഗോഫ്രാത്തിന് സമീപത്തുള്ള കക്കമീഷ് ആക്രമിപ്പാൻ പോകുമ്പോൾ യോശിയാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു. എന്നാൽ അവൻ അവൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു: യഹൂദ രാജാവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞാനിന്ന് നിൻ്റെ നേരെ അല്ല, എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിൻ്റെ നേരെ അത്രേ പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. എങ്കിലും യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി. നെഗോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദ്ദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. വില്ലാളികൾ യോശിയ രാജാവിനെ എയ്തു: രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് എന്നെ കൊണ്ടുപോകുവീൻ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവൻ്റെ 2-ാം രഥത്തിലാക്കി യെരൂശലേമിൽ കൊണ്ടുവന്നു. അവൻ മരിച്ചു. അവൻ്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. എല്ലാ യഹൂദയും യെരൂശലേമും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. യിരെമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രായേലിൽ അത് ഒരു ചട്ടമാക്കിയിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമുള്ള അവൻ്റെ സൽപ്രവൃത്തികളും ആദ്യാവസാനം അവൻ്റെ ചരിത്രവും ഇസ്രായേലിലെ യഹൂദിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.